ഞാൻ വാസ്തവത്തിൽ പേടിച്ചിരിക്കുകയായിരുന്നു. കാരണം മാതൃമണ്ഡലം എന്ന സംഘടനയുടെ ഒരു സത്സംഗമുണ്ട് എന്ന് സ്വാമി എന്നോട് പറഞ്ഞിരുന്നു. അപ്പോൾ അതിൽ മാറി സംസാരിക്കണം. അപ്പം ഞാൻ എന്ത് സംസാരിക്കാനാണ്? അപ്പോൾ മിക്കവാറും ആ രാവിലത്തെ ഒരു വേക്കൻസൊക്കെ നോക്കിയപ്പോൾ അത്രയധികം ആൾക്കാരുണ്ടാകും, വഴിയില്ലെന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് ഞാൻ വിചാരിച്ച് മിക്കവാറും അത് വേണ്ടി വരില്ല എന്ന് വിചാരിച്ചു. പിന്നെ കുറച്ച് ആരാധനയായപ്പോഴാണ് മനസ്സിലായത് സത്സംഗം വേണ്ടി വരും. അപ്പോഴാണ് ഗുരു എൻ്റെ പ്രാർത്ഥനയോടൊന്നും അറിയില്ല, ഒരാളെ കൂട്ടിക്കൊണ്ട് വന്നിട്ട് ഇതാ എനിക്ക് പറ്റിയ ആളുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ ഒരു സന്തോഷപരമായ കാര്യമാണ്. സജീവൻ പറഞ്ഞതിനേക്കാൾ കൂടുതലായിട്ടൊന്നും എനിക്ക് ഇതിനെപ്പറ്റി പറയാനില്ല. ഒരുപാട് കാര്യങ്ങൾ സജീവൻ പറഞ്ഞു. ഞാൻ ഒരു 5 മിനിറ്റ് മാത്രമേ സംസാരിക്കുന്നുള്ളൂ. കാരണം നിങ്ങൾക്ക് എനിക്ക് തോന്നുന്നത് ഇന്നത്തേക്ക് വേണ്ടത് കിട്ടിയിട്ടുണ്ട്. ഇന്നത്തേക്ക് വേണ്ടതല്ല, പക്ഷേ എക്കാലത്തേക്കും വേണ്ടത് കിട്ടിയിട്ടുണ്ട്. ഞാൻ ചെറുപ്പത്തിൽ ഞാൻ ജനിച്ച് വളർന്ന ആ സാഹചര്യം വെച്ച് നോക്കുമ്പോൾ പണ്ടേ പുരുഷന്മാരുടെ മേധാവിത്വം എനിക്ക് അനുഭവപ്പെട്ടിരുന്നു. പെൺകുട്ടികളോടൊക്കെ നീ പെൺകുട്ടിയാണെന്ന് പറഞ്ഞ് ഞാൻ പലപ്പോഴും കേട്ടിട്ടുണ്ട്. ആൺകുട്ടികളെ പോലെയല്ല, അതുപോലെ പുരുഷന്മാരെ ബഹുമാനിക്കണം, അങ്ങനെയുള്ളൊരു ചുറ്റുപാടിലാണ് നമ്മളൊക്കെ അന്ന് വളർന്നു വന്നത്. അപ്പോൾ ഒരു പുരുഷ മേധാവിത്വത്തിൻ്റെ ഒരു പ്രവണത ഒരുപക്ഷെ നമ്മളിൽ ഇപ്പോഴും ഉണ്ടാവുകയും. പക്ഷേ 2000-2002 കാലഘട്ടമായപ്പോൾ വാസ്തവത്തിൽ ഗുരുവിൻ്റെ ആശയത്തെപ്പറ്റി കുറേശ്ശെ മനസ്സിലാക്കാൻ തുടങ്ങിയ സമയം. അപ്പോൾ അതിനുശേഷം 2010 ശേഷം നിങ്ങളൊന്ന് ആലോചിച്ചു. അപ്പം അന്ന് നമ്മൾ പലപ്പോഴും ഈ പുരുഷ മേധാവിത്വം, അതുപോലെ സ്ത്രീകൾ നമ്മൾ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ടീച്ചർമാരൊക്കെ നമ്മളോട് സംസാരിക്കുമ്പോൾ നമ്മൾ ഈ പുരുഷ മേധാവിത്വത്തെ പറ്റി പറയുമ്പോൾ അവർ തർക്കിക്കും. അങ്ങനെയല്ല, സ്ത്രീകൾക്ക് അവകാശമുണ്ട്, അധികാരമുണ്ട്, സ്ത്രീകളും പുരുഷന്മാരെ പറ്റത്തില്ല എന്ന് പറയും. അപ്പോൾ നമ്മളന്ന് പലപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങളെന്നാൽ തെങ്ങ് കയറുമോ? സ്ത്രീയോട് നമ്മളെ വാദം, നിങ്ങൾ പൈലറ്റ് ആവുമോ, വിമാനം ഓടിക്കുമോ, അങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട്. അതുപോലെ നമുക്ക് സ്ത്രീകൾ ഓട്ടോറിക്ഷ ഓടിക്കുമോ, നിങ്ങൾ രാത്രി 12 മണിക്ക് ഒരു ലോറി ഡ്രൈവ് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കും നമ്മൾ ടീച്ചറോട്. അപ്പോൾ ആ ടീച്ചറിനോട് ഉത്തരവില്ല. അപ്പോൾ നമ്മൾ വിചാരിച്ച് നമ്മൾ ജയിച്ചു എന്നാണ്. പക്ഷെ ഇന്ന് നിങ്ങൾ നോക്കൂ, ഏത് മേഖലയിലാണ് സ്ത്രീകളില്ലാത്തത്? പൈലറ്റായി ലോറി ഓടിക്കുന്നുണ്ട്, സയ്യം പറഞ്ഞത് തെങ്ങുമ്മ കയറുന്നുണ്ട്. ഇതെല്ലാം രസകരമായ വസ്തുക്കൾ ഇതിനേക്കാൾ ഭംഗിയായിട്ട്, അതായത് സ്ത്രീകൾ പുരുഷന്മാർ ചെയ്യുന്നതിനേക്കാൾ ഭംഗിയായിട്ട് സ്ത്രീകൾ ചെയ്യുന്നു. അപ്പോൾ അതിൻ്റെ കാരണം എന്താണ്? അതാണ് എനിക്ക് നിങ്ങളോട് പറയേണ്ടത്. അതിൻ്റെ കാരണമാണ് സജീവൻ പറഞ്ഞത്. കേവലം 7 വയസ്സുള്ളൊരു കുട്ടി, ആ കുട്ടിയെ, അതിനെപ്പറ്റി കൂടുതൽ പറയുമ്പോൾ നമുക്ക് വികാരവേദനയില്ല, അതിന് കൂടുതൽ പറയുന്നില്ല. ആ ഒരു ചെറിയ കുട്ടിയെ തൻ്റെ എല്ലാം കൊടുത്തിട്ട് ആ കുട്ടിയെ കൊണ്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ വരെ എത്തിച്ചു എന്നുള്ളതാണ്. അതിനെന്തെല്ലാം ത്യാഗങ്ങൾ സഹിച്ചു എന്നൊക്കെ നമുക്ക് പുസ്തകം വായിച്ചാൽ മനസ്സിലാവുന്നേ ഉള്ളൂ. ഇപ്പോൾ ഗുരുവിൻ്റെ ആ ഒരു ശിഷ്യയെ, സത്യം പറഞ്ഞാൽ സ്ത്രീ പുരുഷ ഭേദമില്ല എങ്കിൽ കൂടി ആ ഒരു ശിഷ്യയെ ഈ ലോകത്തിൽ ദൈവത്തിനോട് നേരിട്ട് സംബന്ധിക്കാൻ പറ്റുന്ന ഒരാളാക്കി മാറ്റി, ഭൗതിക ശരീരത്തിൽ ഇരിക്കുന്ന ദൈവമാക്കി മാറ്റിയിട്ട് ഇത് നമുക്ക് തന്നിരിക്കുകയാണ്. അപ്പോൾ വാസ്തവത്തിൽ സ്ത്രീകളാണ്. ഇപ്പോൾ ഒരുപാട് കാലം മുമ്പേ അറ്റ്ലാന്റിക് സംസ്കാരം അല്ലേ, അങ്ങനെ സംസ്കാരം ഉണ്ടായിരുന്നു. അന്ന് ഒരു സ്ത്രീകളെ മുന്നിൽ നിർത്തിക്കൊണ്ട് അവരായിരുന്നു എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരുന്നത്. പുരുഷന്മാർ വേലക്ക് പോയി അധ്വാനിച്ച് കൊണ്ടുവന്നിട്ട് സ്ത്രീകളെ മുന്നിൽ നിർത്തിക്കൊണ്ടുള്ള ഒരു സംസ്കാരം അന്നുണ്ടായിരുന്നു. ദൈവത്തിന് പ്രാർത്ഥിച്ചുകൊണ്ടൊരു സംസ്കാരം ഉണ്ടായിരുന്നു പറയുന്നത്. അപ്പോൾ അതിലും സ്ത്രീകൾക്കായിരുന്നു കൂടുതൽ പ്രാധാന്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഈ സ്ത്രീകളുടെ ഇന്നത്തെ ചുറ്റുപാട് എടുത്ത് നോക്കുമ്പോൾ വാസ്തവത്തിൽ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും തുല്യമായിട്ട് പ്രാധാന്യം വരുന്ന ഒരു ഘട്ടത്തിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞു, അല്ലെങ്കിൽ ഗുരു എത്തിച്ചു കഴിഞ്ഞു. ഇപ്പോൾ ഗുരു എപ്പോഴും പറയുന്നത്, പണ്ട് കാലത്തൊക്കെ പറഞ്ഞിരുന്നത് ഞങ്ങൾക്ക് വായിച്ചിട്ടുണ്ട്, സ്ത്രീകളെ നന്നാക്കുക എന്നത് എൻ്റെ ലക്ഷ്യമാണ്. അതിനുവേണ്ടി ഗുരു സഹിച്ച കഷ്ടപ്പാടുകളെ പറ്റി വായിക്കുമ്പോൾ നമ്മൾ കണ്ണുനീര് ഒഴുക്കേണ്ടി വരും. അത്രയും കഷ്ടപ്പാട് ഗുരു സഹിച്ചിട്ടുണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞു, നമ്മളെ സംബന്ധിച്ചിടത്തോളം, സ്ത്രീകളെ ഇത് പ്രത്യേകിച്ച് മാതൃമണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം ഇത്രയും ആൾക്കാർ ഇന്ന് ഇവിടെയുണ്ട്. സജീവൻ വിചാരിക്കുന്ന പോലെയല്ല,
ഇത്രയധികം ആൾക്കാരെ കാണാൻ പറ്റില്ലായിരുന്നു കുറച്ച് കാലമായി. കഴിഞ്ഞ ആഴ്ച മുതലാണ് എനിക്ക് തോന്നുന്നത്, കഴിഞ്ഞ ആഴ്ചത്തെ സത്സംഗത്തോടു കൂടി ഈ മാതൃമണ്ഡലത്തിൻ്റെ സ്ട്രെങ്ത് കൂടിയിട്ടുണ്ട്. അത് ഇനിയും കൂടുമെന്ന് എനിക്ക് തോന്നുന്നു. അടുത്ത ആഴ്ച ഒരു സ്വാമി പറഞ്ഞിട്ടുണ്ട് എല്ലാ ഞായറാഴ്ചകളിലും സത്സംഗം നിർബന്ധമായിട്ടുണ്ടാവും. അപ്പോൾ ഇന്ന് മുടക്കാതിരിക്കാനാണ് എന്നെ ഏൽപ്പിച്ചത്. ഭാഗ്യത്തിന് അതിന് ദൈവം ഒരാളെ കൊണ്ടുവരികയും എന്തായാലും തീർക്കട്ടില്ല, എല്ലാ ആഴ്ചയിലും മാതൃമണ്ഡലത്തിൻ്റെ മീറ്റിംഗ് ഉണ്ടാവും. അപ്പം തീർച്ചയായും ഉണ്ടാവും എന്ന് പറഞ്ഞത്. അതുപോലെ ശനിയാഴ്ച ദിവസങ്ങളിൽ ശാന്തിമയുടെ മീറ്റിംഗ് അത് ഉണ്ടാവുന്നത്. ഇപ്പം ഞാൻ പറഞ്ഞു വരുന്നത് വാസ്തവത്തിൽ നമ്മൾ കുട്ടികളോട് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടത് ഒരു സജീവ ആത്മീയതയെ പറ്റി പറഞ്ഞു. വാസ്തവത്തിൽ ആത്മീയത ഭൗതികത എന്ന് പറഞ്ഞ് വേർതിരിക്കേണ്ട ഒരു കാര്യമല്ല. വാസ്തവത്തിൽ ആത്മീയത എന്ന് പറഞ്ഞത് എന്താണ്, കാട്ടിൽ പോയി തപസ് ചെയ്ത് എല്ലാം ഉപേക്ഷിച്ച് പോകലല്ല. അത് നമുക്ക് ഒരു കാണിച്ചു തന്നു. ആത്മീയത എന്ന് പറഞ്ഞാൽ എല്ലാം നേടലാണ്. ആലോചിച്ച് നോക്കിയേ, ശിഷ്യപോയിതാ നേടി 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 അവസാനം എന്ത് ചെയ്തു? ദൈവത്തിനെ നേടി. അപ്പോൾ അത് ഒന്നും നേടാതിരിക്കലല്ല, എല്ലാം നേടലുണ്ട്. അപ്പോൾ വാസ്തവത്തിൽ ഗുരുവിൻ്റെ ആഗ്രഹം എന്താണെന്ന് ചോദിച്ചാൽ നമ്മളെ പറ്റിയല്ലോ, നമ്മൾ ഓരോരുത്തരും എന്താക്കണം എന്നാണ് ഗുരുവിൻ്റെ ആഗ്രഹം ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയാം, നമ്മൾ ഓരോരുത്തരും ഇപ്പം നിങ്ങൾ ഓരോരുത്തരെയും ശിഷ്യപൂജിതാക്കണം എന്നാണ് ഗുരുവിൻ്റെ ആഗ്രഹം. നമ്മളെ പോലത്തെ ആൾക്കാർ ശിഷ്യപൂജനാക്കണം എന്നാണ് ഗുരുവിൻ്റെ ആഗ്രഹം. ഗുരു മറ്റെന്ത് പറഞ്ഞാലും ഗുരുവിൻ്റെ ഉള്ളിലുള്ള ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഓരോ മനുഷ്യ ജീവികളും ഗുരുവിനെ പോലെ ഗുരുവിനോളം ഉയർത്തണം, എന്നിട്ട് ആ ദൈവത്തിലേക്ക് വരണം. ഇതിന് ഈ പൗർണമി പ്രാർത്ഥന എന്ന് പറയുന്നത് ഗുരു പറയുന്നുണ്ട്, ഇത് ഒരു ഗുരുവിനേക്കാളും ഉയർത്താൻ സാധ്യമാകുന്ന ഒരു പ്രാർത്ഥനാ സങ്കല്പ വിശേഷമാണ് പൗർണമി പ്രാർത്ഥന എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു തലം അങ്ങനെയാണ് പോകുന്നത്. ശിഷ്യപോയിതാക്കണം ഗുരുവാക്കണം എന്ന് പറഞ്ഞാൽ ആ ആശയത്തിന്റെ കാരണം ഗുരുവിനേക്കാൾ ഉയർത്തുകയാണ് ഗുരു ചെയ്തത്. മനസ്സിലായില്ലേ? ഗുരുവിനേക്കാൾ ഉയർത്തുകയാണ് ഗുരു ചെയ്തത്. അപ്പൊ ആ ഒരു വശത്തേക്ക് നമ്മൾ എത്താനുള്ള പരിശ്രമങ്ങളായിരിക്കണം എന്ന് വിചാരിച്ച് ഞാൻ ആയി കഴിഞ്ഞു, ഇനി എല്ലാം തികഞ്ഞു എന്ന് പറയുന്ന അഹംഭാവത്തിന്റെ ഭാഗത്ത് വന്ന ഈ അങ്ങനെ പോയവരാണ് ശാന്തിഗിരി ആശ്രമത്തിൽ കുറെ പേര് ഗുരുവിന്റെ കൂടെ നേരത്തെ ഉണ്ടായിരുന്നവർ. അങ്ങനെ ഒരു ചെറിയ ഒരു ചിന്ത പോലും വന്നു പോയി കഴിഞ്ഞാൽ ഈ ആത്മീയ അപ്പ അവിടെ കട്ടായി പോകും. അപ്പൊ നമ്മൾ ഇങ്ങനെ ഒന്നും ചിന്തിക്കണം. പക്ഷെ നമ്മൾ ആ വലിപ്പത്തെ കുറിച്ച് സാറ് ബോധിപ്പിക്കുക, ഇത്ര വലിപ്പമുള്ളവരാണ് നമ്മൾ ഓരോരുത്തരും, ഓരോ സ്ത്രീയും. ഇത് ഒരു 3 തലമുറകൾ അപ്പുറം നടക്കേണ്ട ഒരു വശമാണ് സാറ് സൂചിക്കുന്നത്. ഗുരു പറഞ്ഞതാ നമ്മളിലൂടെ വന്ന് നമുക്ക് മനസ്സിലാക്കണം. സാറേ പറഞ്ഞു ഞാൻ ഇതൊരു അതിന്റെ വിശദീകരണം പോലെ തരാം. കാരണം നമ്മൾ മനസ്സിലാക്കേണ്ടത്, നേരത്തെ നമ്മള് ആശ്രമത്തിൽ പോയി കഴിഞ്ഞാൽ കാണുന്ന ജന്യമാല നമുക്കറിയാം. സൗമ്യ ജന്യം എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഒരു ധൂമകേതുവിനെ പോലെ അതെ. അതിനുശേഷം നമുക്കറിയാം ആരും എന്ത് ചെയ്തിട്ടില്ല, സന്യാസിനി വേഷത്തിലേക്ക് വന്നിട്ടില്ല പലരും. പക്ഷെ അതിനൊരു ഇച്ചിരി എളുപ്പം വന്നത് നമ്മുടെ ദിവ്യാജന്യം അതുപോലെ കൃപാജന്യം അങ്ങനെയുള്ള ആൾക്കാർ വന്നപ്പോഴാണ് എന്ത് ചെയ്യുന്നത്, ആ ഒരു സന്യാസിനിമാർക്ക് ഒരു ഭാഗവേദം വന്ന് നമുക്ക് എന്തെന്നില്ല ഒരു സ്നേഹം തോന്നിക്കുന്ന രീതിയിൽ ആ ഭാഗം എന്ത് ചെയ്തു, ഏറ്റവും ഒരു സന്തോഷപ്രധാനം മംഗളദായകമായത് എന്ന് പറയാം. മംഗളദായകമായി നമ്മൾ എപ്പോഴും പോകുമ്പോൾ നമ്മുടെ മനസ്സുകൾ തുറന്നു പറയാനുള്ള ഒരു സമൂഹത്തെ അവിടെ സൃഷ്ടിക്കപ്പെട്ടു. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇവരിലൂടെ കാണുന്ന ഈ ഊഷ്മളത വാസ്തവത്തിൽ വഹിച്ച കുട്ടികളാണ് ഇപ്പോഴെന്ത് ചെയ്യുന്നത്. ഇന്ന് 80 പേര് ആശ്രമത്തിലേക്ക് വരുമ്പോൾ ഈ ഊഷ്മളത വഹിച്ച കുട്ടികൾ എന്ത് ചെയ്യുന്നത്, ഇവര് ചെറിയ ആൾക്കാരല്ല, IAS അതുപോലെ തന്നെ എത്രയും പ്രാഗൽഭ്യത്തോടുകൂടി വിജയിച്ച് മുന്നോട്ട് പോകാൻ ശേഷിയും കരുത്തുള്ള കൊച്ചു കുട്ടികളാണ് ഈ 80 കുട്ടികൾ ഇന്നിപ്പോ അവിടെ ആശ്രമത്തിലേക്ക് വന്നിരിക്കുന്നത്. തിന്നാനും കുടിക്കാനും ഇല്ലാതെ വീടുകളിലല്ല, എത്രയും ധനാഢ്യന്മാരായിരിക്കുന്ന സമ്പത്ത് കൂമ്പാരമായി നിൽക്കുന്ന കുടുംബത്തിന്റെ പ്രതിനിധികളായിട്ടാണ് എന്ത് ചെയ്യുന്നത് ഈ മക്കൾ എന്ത് ചെയ്യുന്നത് ആശ്രമത്തിലേക്ക്. അവർക്ക് ഒന്നും നോക്കണ്ട, ഞാൻ അച്ഛാ പോവാണെന്ന് പറഞ്ഞിട്ട് ഒരു കോസലയെ വിളിച്ച് ഇങ്ങനെ സായി പിന്നെ ജന്നി പറഞ്ഞു, ജന്നി ഇങ്ങനെ മോളെ കാര്യം. അപ്പൊ കോസല മോളോട് പറയാ, എടേ മോളെ ആശ്രമത്തിൽ വിളിക്കുന്നുണ്ട്, എന്ത് ചെയ്യണം? ഞാനങ്ങ് പോവാമ്മ. നിങ്ങൾ മനസ്സിലാക്കണം. അപ്പൊ കൊച്ചു കുട്ടിയുടെ മനസ്സിൽ അന്നേ ഉണ്ടായിരിക്കുന്ന ഒരു ഭാവന എന്താ, എനിക്ക് ആരാവണം, ഗുരുവിന്റേതായി മാറണം എന്നുള്ള ചിന്തയാണ് ആ കുഞ്ഞിന്റെ മനസ്സിലുണ്ടായിരിക്കുന്നത്. രാജി മറ്റേ ഇവൻ കുമാർ, ആ മക്കളെ എന്നും ആ പെണ്ണ് ചെയ്യുന്ന പ്രവൃത്തി എന്താ, പോയി ജന്യമാരുടെ വസ്ത്രങ്ങൾ അല്ലിൽ കൊടുക്കുക, ജന്യമാരുടെ കൂടെ നിൽക്കുക. ഈ കുട്ടിയുടെ മനസ്സിൽ ജനിക്കുമ്പോ തന്നെ ആഗ്രഹമായിരുന്നു എനിക്ക് ജന്യമാവണമെന്ന്. അപ്പൊ ആ അച്ഛനമ്മമാരുടെ നോക്കിയപ്പോ അവർക്ക് യാതൊരു വിരോധമില്ല. എന്നിട്ട് എന്ത് ചെയ്ത് ആ മോനെയും കൊടുത്തു. അങ്ങനെ മോനും മോളും ഇപ്പൊ എന്താ, അച്ഛൻ പറയാ എനിക്ക് ആവാൻ പറ്റിയില്ല. നിങ്ങൾ മനസ്സിലാക്കണ്ടേ, നമ്മൾ ഡ്രൈവർ ആവണമെന്നോ അല്ലെങ്കിൽ ഡോക്ടർ ആവണമെന്നോ എഞ്ചിനീയർ ആവണമെന്നോ അല്ല പറഞ്ഞത്. എനിക്കോ ഗുരുവിന്റേതായി ജീവിച്ച് ഗുരുവിന്റെ ആശ്രമത്തിൽ ജീവിക്കാൻ പറ്റില്ല, എന്റെ മോനെങ്കിലും ആവട്ടെ എന്ന് പറഞ്ഞ് മോളും മോനും ഇപ്പൊ ഇവിടെ ഉള്ളത്. അപ്പൊ നമ്മൾ മനസ്സിൽ മനസ്സിലാക്കേണ്ട ഒരു വിഷയം, ഈ നമ്മുടെ വളർന്നു വരുന്ന സമൂഹം എന്ന് പറയുന്നത് നമ്മുടെ ഭാവനക്കനുസരിച്ചുള്ളവരല്ല. അവർ എന്ത് പേക്കോലങ്ങൾ വേണമെങ്കിലും കാണിച്ചോട്ടെ. പക്ഷേ ഇന്ന് ഈ കാണിച്ച കുട്ടികൾ, അന്ന് പ്രമോദ് സാറിന്റെ ചെക്കനൊക്കെ ശാന്തിമഹിമയുടെ ഇതൊരു ധൈര്യം
കാരണം ധൈര്യം എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ, ഇതൊരു പ്രതിനിധിയാണ് ഇതും. മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് പറഞ്ഞത് ധൈര്യം. അപ്പൊ എന്താ പറയാ, ഈ പിന്നെ ഞാൻ പറഞ്ഞ പ്രമോദ് സാറിന്റെ ശാന്തിമായ്മയുടെ വലിയ കുറാണ്ടായിട്ട് അതൊക്കെ നടന്നിരുന്നു. കുറെ കഴിയുമ്പോ ഇവന് താടിയും മീശയൊക്കെ വന്നു. ഞാൻ എന്നും തമ്മിൽ വഴക്കാം. ഇവനിങ്ങനെ കറച്ചതിന്റെ നോക്കുമ്പോ പുഷ്പയുടെ ആരും ഈ ബ്രഹ്മദീക്ഷ അല്ലെങ്കിൽ നമ്മളെ ഈ പിന്നെ ബ്രഹ്മചാരി ദീക്ഷ വാങ്ങിക്കാൻ അവനും. അപ്പൊ അന്ന് ശുഭ്ര വസ്ത്രധാരിയായി താടി. അപ്പൊ കുഞ്ഞുങ്ങളുടെ മനസ്സിൽ നമ്മൾ ഈ കാണുന്ന, ഇപ്പൊ ഞാനെന്ന് പറയുന്ന വ്യക്തി എന്ന് പറയുന്ന നിങ്ങൾ ഈ കാണുന്ന ഇപ്പൊ 2 വാക്ക് സംസാരിക്കുന്നുണ്ട്, ഇയാൾ വലിയ കൊള്ളാന്നും പറഞ്ഞ് നിങ്ങൾ എന്നെ സമീപിക്കാൻ നിൽക്കരുത്. ഉള്ളിൽ ഭയങ്കരമായ കാവട്യായിരിക്കും. പക്ഷെ എന്റെ ധർമ്മം, ഗുരു എന്നെ ഏൽപ്പിച്ച ധർമ്മം ഇതാണ് എന്നുള്ള ബോധമാണ് ആരെ കൊണ്ട് സംസാരിപ്പിക്കുന്നത്. അല്ലെ, നിങ്ങളിപ്പോ ഒരു സന്യാസി സമീപിക്കുമ്പോ സന്യാസി വഴക്ക് പറഞ്ഞു, അയ്യോ ഇതെന്തൊരു സ്വാമിയാ എന്ന് പറയുന്ന പലരും നമ്മുടെ കൂട്ടത്തിലുണ്ട് അല്ലേ? അല്ല, അങ്ങനെയല്ല. നമ്മൾ ഇഷ്ടം, ഞാൻ ചോദിക്കുന്നത്, നമ്മൾക്ക് വിദ്വേഷം വരുന്ന ആരോടാ? ഇഷ്ടമില്ലാതെ ആരോടെങ്കിലും വിദ്വേഷം വരുമോ? ഇല്ല. നമ്മുടെ ഏറ്റവും കൂടുതൽ സന്തോഷമുള്ള ഭാഗത്തിനെ നമുക്ക് എന്ത് വിദ്വേഷം ഉണ്ടാവും. അത് നമ്മൾ മനസ്സിലാക്കണം. ഗുരു പറഞ്ഞ എന്താ, നിങ്ങൾക്ക് തത്തുല്യമായ സ്നേഹഭാവനയുടെ കൊണ്ട് ഉലകത്തിൽ ഓരോ കാര്യങ്ങളും നിങ്ങൾക്ക് കാണണമെങ്കിൽ എല്ലാ മോശം കാര്യത്തിലും ഒരു നന്മയെ കാണുവാനുള്ള മനസ്സാർക്കുണ്ടായിരിക്കണം. അവിടെ എന്തില്ല? വിദ്വേഷം എന്ന് പറയുന്നത് ഇല്ല. ലളിതമ്മ നാളെ എന്തെങ്കിലും വഴക്ക് പറഞ്ഞ് നമുക്ക് തരുന്ന ഭക്ഷണത്തിൽ കഞ്ഞി ഇച്ചിരി കുറച്ച് കഴിഞ്ഞാൽ ഭയങ്കര വിശപ്പ്, നല്ല വിശപ്പ് ഇങ്ങനെ ഇരിക്കുക. ഇപ്പൊ ലളിതാമ്മയെ കഞ്ഞി വിളമ്പുന്നു, ഒരു 2-3 തവിയെങ്കിലും കിട്ടുമെന്ന്. ലളിതാമ്മ അതിന്റെ ഒരു അരത്തവിയെങ്കിൽ വളഞ്ഞു പോയാ ആര് പറയും? നമ്മുടെ അപ്പൊ ഗുരു പറയുന്നത്, എടാ ഇങ്ങനെയുള്ള കർമ്മത്തിൽ ദൈവമേ ഇനി ആ ചേച്ചി തരുമല്ലോ, ഇപ്പൊ ഇത് മതി എന്ന് ചിന്തിക്കാനുള്ള ഒരു നന്മയുടെ ഭാഗം ദർശിക്കാനുള്ള മാനസിക വൈഭവം നമുക്കുണ്ടെങ്കിൽ മാത്രമേ അവിടെ ആ സ്നേഹത്തെ നിലനിർത്താൻ ആർക്ക് സാധിക്കൂ? നമുക്ക് സാധിക്കൂ. അങ്ങനെ നമ്മൾ കാണുന്ന സൗമ്യജന്യ കഴിഞ്ഞ് ഇത്രയും ജന്യമാര് വന്ന് ഇത്രയും ഊഷ്മതകൾ നമുക്ക് കിട്ടിയപ്പോഴോ നമ്മുടെ സ്നേഹത്തെ പറയുകയും കാണുമ്പോൾ തന്നെ നമുക്കൊരു സന്തോഷം ഉണ്ടാവുകയും ചെയ്യുന്ന ഒരു ലോകത്ത് സന്യാസിമാരായിട്ട് വന്ന കുറെ ആൾക്കാരെ കാണാൻ കഴിഞ്ഞു. ചെറുപ്പക്കാരുടെ കൂട്ടത്തിലാണെങ്കിൽ ഒരു രക്ഷയുമില്ല. കർമ്മത്തിന്റെ ഏത് ഭാഗത്തും നമുക്കൊരു തത്തുല്യമല്ലാതെ ഭാവനകളെ സൃഷ്ടിക്കാൻ പറ്റാത്ത അത്രയും വൈഭവമുള്ള ആളുകളായിരുന്നു ഈ മുമ്പുണ്ടായിരുന്ന സന്യാസിമാരുടെ ചെറുപ്പക്കാരെന്ന് പറയുന്ന ചിത്തയുധ സ്വാമിയും ഒക്കെ. നമുക്ക് എന്തെങ്കിലും പറ്റുമോ അല്ലെ? ആ പറയുന്ന വാക്കിന് എന്തെങ്കിലും എതിര് പറയാൻ നമ്മളെ കൊണ്ട് പറ്റുമോ? അത്രയും കർമ്മശേഷിയുള്ള കരുത്തിന്റെ ഉടമസ്ഥരായിരുന്നു ആ സന്യാസിമാരായി. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ? ഇവരെ കണ്ടുവന്ന പുതിയ തലമുറ എന്തായിരിക്കും? നിങ്ങൾക്കങ്ങ് ഉദിക്കാൻ പോലും പറ്റില്ല. ഒരു നോട്ടം നോക്കി കഴിഞ്ഞാൽ നമ്മൾ 7 അയലത്ത് കൂടെ നടക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് വരും. അത്രയും കർമ്മശേഷിയും വൈഭവമുള്ള ആളാ. ഇപ്പൊ 2ാമത്തെ തലമുറ ആയിട്ടേ ഉള്ളൂ. ഇനി ഒരു തലമുറ കഴിഞ്ഞ് അപ്പുറത്ത് ഈ കുഞ്ഞുങ്ങളെ കണ്ട്, ഈ ലോകത്തെ കണ്ട് വരുന്ന കുഞ്ഞുങ്ങളുടെ കർമ്മശേഷി എന്തായിരിക്കും? നമ്മൾ എത്ര പൊതിഞ്ഞിട്ട് നമ്മുടെ തോളത്ത് വെച്ചാലൊന്നും നമ്മൾ എവിടെ മക്കളെ അവിടെ നിൽക്കൂല, നമ്മുടെ കൂടെ നിൽക്കും. നിങ്ങളിനി അവന് മത്സ്യം കൊടുത്തല്ല, മാംസം കൊടുത്തല്ല, പന്നി ഇറച്ചി കൊടുത്തെന്ന് പറഞ്ഞാലും ഇവൻ എന്ത് ചെയ്യും? അവന്റെ മനസ്സിൽ ഗുരുവിന്റെ സങ്കല്പം കൊണ്ടാണോ അവന്റെ ജീവന്റെ വളർച്ചയെങ്കിൽ ഒരു കാലത്തും അമ്മേ ടാറ്റാ നാളെ ദീക്ഷ വാർഷികമാണ് ഞാൻ പോവാണേ എന്നും പറയാം. അതുകൊണ്ട് നിങ്ങൾ ഇന്നേ നിങ്ങളുടെ മനസ്സിൽ ഗുരുവിന്റെ ദൈവനിശ്ചയം എന്താണോ അതുപോലെ. കാരണം എന്താ? ഒരു വ്യക്തിയുടെ, ഒരു കുടുംബത്തിൽ ഒരു കുഞ്ഞു വളർന്ന് ഒരു അച്ഛനോ അമ്മയോ ആയാൽ അവന്റെ തറമേൽ ഒരു തലമുറ കാണാനുള്ള ശേഷിയും വൈഭവവും മാത്രമേ അവനുണ്ടാവും. പക്ഷേ ഒരു സന്യാസിയോ ഒരു ബ്രഹ്മചാരിയോ ആയിട്ട് ഗുരുവിന്റെ കീഴിൽ ജീവിച്ചാൽ ഇന്ന് നിങ്ങൾ എന്റെ മുന്നിൽ നിന്ന് എന്റെ വാക്കുകൾ കേൾക്കാൻ ശ്രമിക്കാൻ നിങ്ങൾ കാരണമാവുന്നുവെങ്കിൽ അത് ഗുരു എനിക്ക് തന്ന ഒരു കാരുണ്യമാണ്. ഇന്ന് ഉലകത്തിന് മുഴുവൻ മാതൃകയാകുന്ന ഒരു സന്യാസിയായിട്ട് നിങ്ങളുടെ മക്കളെ നിങ്ങൾക്ക് സൃഷ്ടിക്കാനും കഴിഞ്ഞാൽ ഈ ഭാവനകൾ നിങ്ങൾ എത്ര ജന്മങ്ങൾ ജനിച്ചാലും, ഗുരു പറയുന്നുണ്ട്, ഒരു സന്യാസി എന്ന് പറയുന്നത് എത്രയെങ്കിലും പരമ്പരകളെ ശുദ്ധമാക്കുവാനുള്ള കർമ്മത്തിന്റെ ശേഷിത്വം കൊടുത്തുകൊണ്ടാണ് എന്റെ കുഞ്ഞിനെ ഞാൻ എന്റെ അരികിൽ നിർത്തുന്നത്. അവൻ ആശയം പറയാൻ വേണ്ടി മാത്രമല്ല എന്ന് പറയുമ്പോൾ ഒരു കുഞ്ഞ് നമുക്ക് നമ്മുടെ കുടുംബത്തിൽ നിന്ന്, ഒരു കുടുംബത്തിൽ നിന്ന് ഒരു കുഞ്ഞ് നമുക്ക് ഒരു സന്യാസത്തിലേക്കോ ഗുരുവിന്റെ മക്കളായി ജീവിക്കാനുള്ള ഭാഗ്യം സിദ്ധിച്ച് നമ്മുടെ പരമ്പരകളാണ് എന്ത് ചെയ്യുന്നത്, നമുക്ക് ശുദ്ധമാവുന്നത് എന്ന് നമ്മൾ ഓരോരുത്തർ മാനിക്കണം. ഇത് ചെറിയ കാര്യമല്ല. നിങ്ങൾ ഇന്ന് ക്രിസ്തീയ പരമ്പരയിൽ കാണുന്നില്ലേ, ലക്ഷങ്ങളോ കോടിക്കണക്കിന് വരുന്ന ക്രിസ്തീയ പരമ്പരയുടെ ഭാഗങ്ങളിൽ ഈ പെൺകുട്ടികൾ അവരുടെ വസ്ത്രവും ധരിച്ച് ആ ഒരു കന്യാത്വത്തിന്റെ ഭാഗത്ത് ജീവിക്കുന്നുവെങ്കിൽ ആ കുടുംബങ്ങൾ ആഗ്രഹിക്കുന്ന, സന്തോഷിക്കുന്ന വലിയൊരു ഭാവന ഇതിന്റെ പിന്നിലുണ്ട് എന്ന്. ഇത് ഒരു ചെറിയ സമൂഹമായി ജീവിച്ച നമ്മുടെ ക്ഷേത്ര സംസ്കാരത്തിന്റെ പാത്രമായി ജീവിച്ചു പോയ നമ്മുടെ ചെറിയ ചിന്തകൾ എന്ന് പറഞ്ഞ ഭാവനകളാണ് വാസ്തവത്തിൽ വൈമുഖ്യം പ്രകടിപ്പിച്ചുകൊണ്ട് ഒരു സന്താപത്തിന്റെ ഭാഗത്തേക്ക് നമ്മുടെ കുടുംബ പശ്ചാത്തലങ്ങളെ മാറ്റുവാനുള്ള കാരണമെന്ന് കൂടി നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ഇതിനെ അങ്ങ് വിട്ടുകളയണം.
എന്തോ ആവട്ടെ, എന്താണ് ഗുരു ഇച്ഛിക്കുന്നത് അതുപോലെ എന്റെ കുടുംബം വളർന്നു വരണമേ, അല്ല ഗുരു ഇച്ഛിക്കുന്ന രീതിയിൽ അത് ആയിത്തരണം. നിങ്ങൾ കൊടുക്കാനോ വാങ്ങാനോ ഒന്നും ചിന്തകൾ നമ്മുടെ മനസ്സിൽ വേണ്ട. പക്ഷെ മക്കളെ ഗുരുവിന്റെ ഇച്ഛക്കനുസരിച്ച് ആ സ്നേഹത്തെ, നമ്മൾ ചെയ്യുന്ന ഓരോ കർമ്മങ്ങളും ഗുരുവിന് ഇഷ്ടമുള്ളതാണ്, സ്നേഹം ഉണ്ടാകുന്നു എന്ന ചിന്തയോടുകൂടി നമുക്ക് ഓരോ വ്യക്തികളായി മാറാൻ സാധിക്കണം. ഒരു നല്ല മനുഷ്യനായിട്ട് ജീവിക്കാനുള്ള ഭാവനകളാണ് ഗുരു നമുക്ക് തരുന്നത്. ഞാൻ പറഞ്ഞതിന്റെ ഇടയിൽ കയറി സംസാരിച്ച് ക്ഷമിക്കണം. സർവേശ്വരൻ ഞാൻ പറയാൻ വിചാരിച്ചൊക്കെ മറന്നു. ഞാൻ ഒരു കാര്യം മാത്രമേ പറയുന്നുള്ളൂ ഇനി, കാരണം സജീവൻ പറഞ്ഞതിന് പിന്നെ കൂടുതൽ വിശദീകരിക്കേണ്ട ആവശ്യമില്ല. ഞാൻ ഒറ്റ കാര്യം മാത്രം പറയുന്നു. ഗുരു ഒരിക്കൽ പറഞ്ഞത് 1,00,000 പേരോട് നമ്മൾ ഈ ആശയം പറഞ്ഞാൽ അതിൽ 10,000 പേർ മാത്രമേ അത് ശരിക്കും കേൾക്കുകയുള്ളൂ. ആ 10,000 പേരിൽ ഒരു 100 പേർ മാത്രമേ അതിനെ ശരിക്കൊന്ന്, 10,000 പേരിൽ ഒരു 1000 പേര് മാത്രമേ അതിനെ ശരിക്കൊന്ന് വിചിന്തനം ചെയ്യുകയുള്ളൂ. ആ 1000 പേരിൽ 100 പേർ മാത്രമേ അത് ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കുകയുള്ളൂ. ഈ 100 പേരിൽ 10 പേർ മാത്രമേ അത് 5 വരെയും കൊണ്ടുപോകുള്ളൂ. അങ്ങനെ സെലക്ട് ചെയ്യപ്പെട്ട 10 പേരിൽപ്പെട്ട ആൾക്കാരാണ് ഇവിടെ ഇരിക്കുന്നത് ഓരോരുത്തരും. അപ്പോൾ ആ ഒരു ചിന്ത നമ്മളിൽ ഉണ്ടാവുക. ആ 5 വരെയും കൊണ്ടുപോകുമ്പോൾ സജീവൻ പറഞ്ഞതുപോലെ നമ്മുടെ മക്കളെ ഗുരുവിൻ്റെ ഇച്ഛക്കനുസരിച്ച് വളർത്തുവാനുള്ള ഒരു തയ്യാറെടുപ്പ് അല്ലെങ്കിൽ ഒരു മനസ്സ് നമുക്ക് ഉണ്ടാവുകയും ചെയ്യുക. എല്ലാവർക്കും ഗുരുവിൻ്റെ കാരണം ഉണ്ടാവട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുന്നു.